ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ക്ഷേത്ര നടയിലാണ് ഞാനും അനുശ്രീയും ആര്യയും ഉള്ളത്. പ്രേക്ഷകരിലേക്ക് കൃത്യമായി വിശേഷങ്ങളും വിവരങ്ങളുമായാണ് ഞങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിലെ മുഴുവൻ സമഗ്ര കവറേജ് എന്ന് അവകാശപ്പെടാൻ ന്യൂസ് 8 മാത്രമേ ഇപ്പോൾ പറ്റത്തുള്ളൂ. കാരണം അത്രമാത്രം നമ്മൾ രാവിലെ മുതൽ ആറ്റുകാൽ പൊങ്കാലയുടെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അതെ രാത്രിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമുക്കൊപ്പം കുറച്ച് കൊല്ലംകാരുണ്ടായിരുന്നു. അവർ പോയോ ചേച്ചി? നിങ്ങൾ കൊല്ലത്തുനിന്നല്ലേ വരുന്നേ? എന്താ പേര്? മോളുടെ പേരെന്താ? അവന്തിക. നല്ല ഹെയർ സ്റ്റൈൽ ഒക്കെയാണ്. ഇതാരെ ഇങ്ങനെ കെട്ടിത്തന്നേ? അവന്തികയെ കാണാമോ? അവന്തികക്ക് നല്ല ഹെയർ സ്റ്റൈൽ ഒക്കെ ഉണ്ട്. ഇതാരെ ഇങ്ങനെ കെട്ടിത്തന്നേ? അമ്മ. ഇവിടെ ആറ്റുകാൽ അമ്മയെ തൊഴുതോ? എത്രയല്ല പഠിക്കുന്നേ അവന്തിക? 2ാം ക്ലാസ്സിലാണോ? എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം എന്നാ? എക്സാമിന് പാസ്സാവണമെന്നാണോ പ്രാർത്ഥിച്ചത്? അവന്തിക്ക് പാട്ട് പാടുന്നു ഞാൻ കേട്ടല്ലോ. ഇല്ലേ? പാടത്തില്ലേ? പിന്നെന്താ ഡാൻസ് കളിക്കുവോ? പിന്നെന്താ ചെയ്യാറ്? നന്നായി പഠിക്കുവോ അല്ലേ? മിടിക്കുകയാണോ? അതെ. ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നേ? എത്ര വർഷമായി? 30 വർഷമായിട്ട് പൊങ്കാല ഇടുന്ന ഒരു അമ്മയാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ തന്നെയാണോ എല്ലാ വർഷവും ഇടാറ്? കുറച്ച് പ്രാവശ്യം അപ്പുറത്തിട്ടു. പിന്നെ ഇപ്പൊ ഞങ്ങൾ അവിടെയാണ് നമ്മുടെ ക്യാമറ. അങ്ങോട്ട് നോക്കി എന്നെ മാത്രമേ കാണത്തുള്ളൂ. കുറച്ച് പ്രാവശ്യം ഞാൻ അമ്പലത്തിന് പടിഞ്ഞാറ് വർഷം ഇട്ടു. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വീട്ടിൽ വരും. അപ്പൊ 30 വർഷമായിട്ട് പൊങ്കാല ഇടുവാണ്. എല്ലാ പ്രാവശ്യം വരാൻ പറ്റുന്നതിൽ ഭാഗ്യം, സന്തോഷം അല്ലേ? ചേച്ചിയുടെ പേരെന്താ? ചേച്ചി കൊല്ലത്തുനിന്നാണ് വരുന്നത്. നിങ്ങൾ ഒരു ടീമായിട്ട് വരുവാണ്. എല്ലാ വർഷവും ഒരുമിച്ചാണോ വരാറ്? ഓക്കെ. അപ്പം അവരൊക്കെ എന്നെയാണ് നോക്കുന്നത്, ക്യാമറ നോക്കുന്നില്ല. അതിന്റെ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഇവരൊക്കെ കൊല്ലത്തുനിന്ന് വരുവാണ് പൊങ്കാലിടാൻ. 10-30 വർഷമായിട്ട് പൊങ്കാലിടുന്ന ആളുകളാണ്. നമുക്ക് എവിടെ നോക്കിയാലും ഇങ്ങനെ ആദ്യമായിട്ട് പൊങ്കാലിടുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറവാണെന്ന്. പക്ഷെ നമ്മള് ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇവർ 30 വർഷവും 40 വർഷമൊക്കെ ആയിട്ട് പൊങ്കാലിടാൻ വരണമെങ്കിലേ എല്ലാ വർഷവും വരുമ്പോ ഓരോ ആഗ്രഹങ്ങളായിട്ട് വരുന്ന ആളുകളായിരിക്കില്ലേ? അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നത് കൊണ്ട് നന്ദി പറയാനും ഇനി അടുത്ത ആഗ്രഹമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ ഇവർ. അനുസരിക്ക് പൊങ്കാല ഇടണമെന്നുണ്ടോ? പൊങ്കാല ഇടണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഒരു ആൾക്കൂട്ടവും ഇവരുടെ വിശ്വാസവും ഒക്കെ കണ്ടപ്പോഴാണോ അങ്ങനെ തോന്നിയത്? അതെ, കണ്ടപ്പോഴാണ്. കാരണം ഇതിനു മുമ്പ് പൊങ്കാല നമുക്ക് കേട്ടറിവല്ലേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പൊങ്കാല ഇടണമെന്ന് ചെറിയ ആഗ്രഹമുണ്ട്. അനുസരി നല്ലൊരു ഗായികയാണ്. ഒരു 4 വരി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പാടാം. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ടായിരിക്കും. പണ്ടത്തെ ഒരു സീരിയലിലെ പാടാം. ഷൺമുഖ സോദരിയായി വരും മുന്നിൽ ആറ്റുകാലിലെ അമ്മ, ആമയമൊക്കെ അകറ്റിടുമെന്നും കണ്ണകിയാമെന്നമ്മ, ഉലകിലുടയവളമ്മ, എന്നിട നെഞ്ചം പാടുന്നൊരമ്മ, ഇഹപരദുരിതമകറ്റുകയാണ് എല്ലാ അകറ്റുന്ന കരുണാമയിയായ അമ്മയെ കുറിച്ചാണ് അനുശ്രീ പാടിയത്. അനുശ്രീയുടെ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും. നമ്മൾ ഇനി മെയിൻ സ്റ്റേജിൽ നല്ല അടിപൊളി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് അവിടുത്തെ നൃത്തങ്ങളൊന്ന് കണ്ട് നേരെ വീണ്ടും വിശേഷങ്ങളിലേക്ക് വരാം.